ഞെട്ടിക്കുന്നൊരു പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നെവിൻ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്നു എന്ന് കേട്ട ആ വാർത്ത അത് ശരിവെക്കുന്ന രീതിയിലുള്ള പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആ പ്രൊമോയുടെ തുടക്കത്തിൽ തന്നെ കാണുവാൻ സാധിക്കുന്നത് അനുമോളുമായിട്ടൊരു വലിയ ബഹളം കിച്ചൺ ഏരിയയിൽ നടക്കുന്നതാണ്. അവിടെ വെച്ച് നെവിൻ പറയുന്നുണ്ട്, ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, നീ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഷോ ക്വിറ്റ് ചെയ്യാൻ പോവുകയാണെന്ന്. അത് കേട്ടിട്ട് അനുമോൾ നീ പോടാ എന്ന് പറഞ്ഞ് അവഗണിച്ച് മാറിപ്പോകുന്ന കാഴ്ച കാണുകയാണ്. എന്നാൽ തുടർന്ന് കേൾക്കുന്ന ശബ്ദം ബിഗ് ബോസിൻ്റെതാണ്. ബിഗ് ബോസ് നെവിനോട് പറയുകയാണ്, അതാണ് തീരുമാനമെങ്കിൽ പ്രധാന വാതിൽ തുറന്നു തരുന്നതാണ്. പ്രൊമോയിൽ അടുത്തത് കാണുന്നത് ആദിലയും നൂറയും കൂടെ നെവിനെതിരെ ഷൗട്ട് ചെയ്യുന്നതാണ്. അവർ രണ്ടുപേരും കൂടി ഒരേ ശബ്ദത്തിൽ പറയുന്നുണ്ട്, നിനക്ക് ഗട്സ് ഉണ്ടെങ്കിൽ നീ പോടാന്ന്. നെവിൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്നാൽ അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ആ വീട്ടിലുള്ള മിക്കവാറും ആൾക്കാരൊക്കെ ഇടപെടുകയും ശ്രമിക്കുകയും ചെയ്യുന്ന കാഴ്ച കാണുന്നുണ്ട്. ഇതിനിടയിൽ പ്രധാന വാതിൽ തുറക്കപ്പെടുന്നു. നെവിൻ മുന്നമേ ഇറങ്ങി ഓടുകയാണ് ആ വാതിൽക്കലേക്ക്. അയാളെ പിന്തുടർന്നുകൊണ്ട് അപ്പാനി ശരത്ത് വരുന്നുണ്ട്. വീട്ടിലെ പല ആൾക്കാരും പിറകിന് വരുന്നുണ്ട്. പക്ഷേ നെവിൻ തുറന്ന ആ വാതിലിലേക്ക് നേരെ ഓടുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ നാളത്തെ ലൈവും എപ്പിസോഡുമൊക്കെ അടിയുടെ പൂരം തന്നെയായിരിക്കും. രാവിലെ സാധാരണ ആ വീട് ഉണർന്നു തുടങ്ങുന്നത് തന്നെ അടിയിലാണ്. അടുക്കളയിലെ അടിയോടുകൂടിയാണ് എല്ലാ ദിവസത്തെയും ദിനചര്യകൾ തുടങ്ങുന്നത്. നാളെ നല്ല ഒന്നന്തരം അടിയായിരിക്കും. ഈ പ്രൊമോ കണ്ടിട്ട് അനുമോളുമായിട്ടാണ് അടി തുടങ്ങുന്നതായി കാണിക്കുന്നത്. ആ സമയത്ത് മറ്റാരും അതിൽ കാര്യമായിട്ട് ഇടപെടുന്നില്ല. പക്ഷേ നെവിൻ പോകാൻ തുടങ്ങുന്ന സമയത്ത് ആദിലയും നൂറയുമായിട്ടുള്ള ഭയങ്കര തർക്കത്തിന്റെ പേരിലാണ് തുടർന്ന് അയാൾ പുറത്തേക്ക് ഓടിപ്പോകുന്നത് കാണുന്നത്. അവർ ഇരുവരും കൂടി അയാളെ വെല്ലുവിളിക്കുന്നുണ്ട്, നിനക്ക് ഗട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ എന്ന്. ഇവിടെ വാസ്തവത്തിൽ എന്തായിരിക്കും സംഭവിച്ചത്? കുറച്ചു ദിവസങ്ങളായിട്ട് നെവിൻ പല കാര്യങ്ങൾ എന്തൊക്കെയോ അർത്ഥം വെച്ചുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. അതായത് താൻ ഈ ഷോയിലേക്ക് വന്നത് എന്തിനു വേണ്ടിയാണോ ആ ലക്ഷ്യം തനിക്ക് പൂർത്തീകരിക്കപ്പെട്ടു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ മടുത്തു, എനിക്കിനി പുറത്തു പോയാലും ഒരു കുഴപ്പവുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നെവിൻ ആ വീട്ടിൽ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ടേയിരുന്നു. കട്ട് തിന്നുന്ന സ്വഭാവമുണ്ട്. അതുപോലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ബിഗ് ബോസ് അതിനെതിരെ ആക്ഷൻ എടുക്കും എന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള രീതിയിൽ തന്നെ അയാൾ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഷോയിൽ നിന്നും പുറത്തു പോവുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നുവെന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ടി വരികയാണ്. അതെ, തനിക്ക് ഈ ഷോ മടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല, വീണ്ടും ചില കാര്യങ്ങൾ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അനുമോളുമായിട്ടുള്ള സംസാരം, അനുമോളെക്കുറിച്ച് മറ്റുള്ളവരോട് സംസാരിക്കുന്നത്, അതിനിടയിൽ പലപ്പോഴും താൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ അവൾ, രണ്ടിലാരെങ്കിലും ഒന്നു മാത്രമേ ഇവിടെ ശേഷിക്കുകയുള്ളൂ. ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ അനുമോളുമായി നടന്ന പ്രശ്നത്തിനിടയിൽ വെച്ച് ആവർത്തിച്ച് ഇദ്ദേഹം വീണ്ടും ഇതേ പ്രസ്താവന തന്നെ അനുമോളോട് പറഞ്ഞു, ഒന്നുകിൽ നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്താക്കും, ഇല്ല എങ്കിൽ ഈ ഷോ ഞാൻ ക്വിറ്റ് ചെയ്തു പോകും. എന്തായാലും ആ പറഞ്ഞത് ഇപ്പോൾ സംഭവിച്ചിരിക്കുകയാണ്. എന്തായിരുന്നു പ്രശ്നം? അനുമോളുമായിട്ടുള്ള പ്രശ്നമാണോ അതോ ആദിലയും നൂറയുമായിട്ടുള്ള പ്രശ്നമാണോ? ആദിലയും നൂറയുമായിട്ട് അങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കാനുള്ള സാധ്യത അവിടെ കാണുന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് ആദിലയും നൂറയും നിനക്ക് ഗട്സ് ഉണ്ടെങ്കിൽ ഇറങ്ങി പോടാ എന്ന് പറഞ്ഞത്? അപ്പോൾ അവർക്കും സഹിക്കുവാൻ കഴിയാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ രണ്ടാൾക്കാരും ഒരേ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവരാണ്. LGBTQA എന്ന പ്രസ്ഥാനത്തിന്റെ സപ്പോർട്ടോടു കൂടി നിൽക്കുന്ന ആൾക്കാരാണിവർ. ഇവർക്ക് പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ്. ആദിലയും നൂറയും സമൂഹത്തിന് മനസ്സിലാകുന്നില്ല. അവരുടെ ആ റിലേഷൻഷിപ്പിനെ ഉൾക്കൊള്ളുവാൻ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് കഴിയുകയുമില്ല. എന്നാൽ നെവിനെ പോലെയുള്ളവർക്ക് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയും. എന്നിട്ടും എന്തുകൊണ്ടാണ് അവർ തമ്മിൽ പ്രശ്നമുണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതെങ്കിലും ആശയപരമായ സംഘടനമാണോ അതോ ആ വീട്ടിലെ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ പെട്ടെന്നുണ്ടായ ഏതെങ്കിലും കോപത്തിന്റെ പേരിലാണോ അങ്ങനെ പറഞ്ഞത്? ഇതൊന്നും നമുക്ക് അറിയുകയില്ല. എന്തായാലും നെവിൻ ബിഗ് ബോസ് വീടിനോട് വിട പറയുന്ന കാഴ്ച കാണുകയാണ്. ഈ പ്രൊമോയിലെ ദൃശ്യങ്ങൾ, അതിന്റെ കൂടുതൽ ക്ലാരിറ്റി നാളെ ഏകദേശം ഒരു ഉച്ചയോടുകൂടി ലഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ലൈവിൽ കൃത്യമായിട്ട് നമുക്ക് അത് അറിയുവാൻ കഴിയും. ആ അപ്ഡേഷൻ അത് ലഭിക്കുന്ന മുറയ്ക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം.